അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാലിഹീങ്ങളെ ചരിത്രം പറയുമ്പോൾ മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവം, അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹുവിലേക്ക് തഖ്വ ചെയ്ത് ജീവിച്ച രണ്ട് കൂട്ടുകാർ, സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ തൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ വർഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സന്ദർശിക്കാൻ അദ്ദേഹം പോവുകയാണ്. ഒരു ദിവസം തൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ പോയി എത്തിയപ്പോൾ തൻ്റെ കൂട്ടുകാരൻ ആ സുഹൃത്ത് അവിടെ ഉണ്ടായിട്ടില്ല. തൻ്റെ വീട്ടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കാട്ടിലേക്ക് വിറകുകൾ വെട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയിരിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. കാട്ടിൽ നിന്ന് വിറകുകൾ വെട്ടി അത് ശേഖരിച്ച് വിട്ട് കുടുംബം നോക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഇദ്ദേഹം പോയി അവിടെ എത്തിയപ്പോൾ വീട്ടുമുറ്റത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഭാര്യയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഭർത്താവ് ഇങ്ങനെ പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ തൻ്റെ കൂട്ടുകാരനെ കുറിച്ചിട്ട് ഭാര്യയോടൊക്കെ ചോദിച്ചു. പക്ഷെ ആ ഭാര്യക്കാണെങ്കിലോ വല്ലാത്ത പരാതിയാണ്. ഒരു സന്തോഷത്തിൻ്റെ വാക്കൊന്നും അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നില്ല. നല്ല ഒരു വാക്കൊന്നും ആ പെണ്ണുങ്ങൾ പറയുന്നില്ല. ഇങ്ങനെ വിഷമങ്ങളും ബേജാറുകളും തൻ്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ ഈ കൂട്ടുകാരന് വല്ലാത്ത വിഷമം തോന്നി, വല്ലാത്ത ബേജാറായിപ്പോയി. കാരണം നല്ലൊരു മനുഷ്യനാണ്, പക്ഷേ ഈ ഭാര്യ എന്തേ ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ള ബേജാർ അദ്ദേഹത്തിന് കൊണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കൂട്ടുകാരൻ കാട്ടിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. വരുന്ന ആ കാഴ്ച കണ്ടപ്പോൾ വളരെ അത്ഭുതകരമായൊരു കാഴ്ചയായിരുന്നു. കാരണം അദ്ദേഹം വിറകുകൾ വെറ്റിയതായ വിറകുകൾ കൊണ്ടുവരുന്നത് അയാൾ ചുമന്നിട്ടല്ല, കാട്ടിൽ നിന്നുള്ള ഒരു സിംഹം അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞതുപോലെ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ജോലിക്കാരനെ പോലെ അതിങ്ങനെ ചുമന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തിൽ കൊണ്ടിട്ടുകൊണ്ട് അതിങ്ങനെ തിരിഞ്ഞു പോവുകയാണ്. ഇത് കണ്ടപാടെ അദ്ദേഹത്തിന് വല്ലാത്ത അത്ഭുതം തോന്നി. അങ്ങനെ ഏതായാലും ഈ കൂട്ടുകാരനെ അദ്ദേഹം കണ്ടപ്പോൾ വളരെ സന്തോഷമായി. അങ്ങനെ വീട്ടിൽ കയറിയപ്പോൾ പോലും ഭാര്യ ഇദ്ദേഹത്തിന് ഇങ്ങനെ സംസാരത്തിലേക്കും കുറ്റപ്പെടുത്തുന്നത്, മറ്റൊരു കൂട്ടുകാരന്റെ മുമ്പിൽ പോലും ഈ ഭർത്താവിനെ കുറ്റപ്പെടുത്തലും ചീത്ത പറയലും ഇങ്ങനെ സംസാരത്തിലേക്ക് ഇദ്ദേഹത്തിലേക്ക് അനുഭവപ്പെട്ടു. ഏതായാലും ആ കാര്യങ്ങളൊക്കെ നടന്ന് അന്നത്തെ ദിവസം ആ കൂട്ടുകാരൻ പിരിഞ്ഞു വന്നു. ഒരേ കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും നേരത്തെ പോയ ആ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പോവുകയാണ്. പോയപ്പോഴോ നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ അദ്ദേഹം വീട്ടിലില്ല. പക്ഷെ എന്നാലും മുമ്പുണ്ടായിരുന്ന ഭാര്യയല്ല, കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ്. മുമ്പുണ്ടായിരുന്ന ഭാര്യയല്ല, പക്ഷെ ഈ ഭാര്യമാണെങ്കിലോ വളരെ സൗമ്യത്തോടുകൂടെ ഭർത്താവിനെ കുറിച്ചൊക്കെ നല്ല മതിപ്പാണ്, നല്ല ബഹുമാനമാണ്. ഭർത്താവിനൊക്കെ പറയാൻ 100 നാക്കാണ് ആ ഭാര്യക്കുള്ളത്. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ ഈ കൂട്ടുകാരന് വല്ലാത്ത സന്തോഷമായി. എന്തായിരിക്കട്ടെ, എൻ്റെ കൂട്ടുകാരൻ ഒരു നല്ലൊരു ഭാര്യ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് മുമ്പ് പറഞ്ഞതുപോലെ ആ കൂട്ടുകാരൻ കാട്ടിൽ നിന്ന് വിറക് ചുമന്നു വരികയാണ്. പക്ഷേ മുമ്പത്തെ പോലെ അത്ഭുതമൊന്നുമില്ല, കൂടെ ഒന്നും സിംഹമൊന്നുമെന്നില്ല. അദ്ദേഹം തന്നെ തലയിൽ ചുമന്നുകൊണ്ടാണ് വിറകുകളെ കൊണ്ടുവരുന്നത്. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത അത്ഭുതം തോന്നി. അപ്പോഴാണ് ആ കൂട്ടുകാരനോട് ചോദിച്ചു, അല്ല കൂട്ടുകാരാ, ഞാൻ മുമ്പ് വന്നപ്പോൾ നിന്റെ വീട്ടിൽ കുറേ വിഷമങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു നിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട്. പക്ഷെ നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതമാണ് കണ്ടത്. ഒരു സിംഹം തൻ്റെ ജോലിക്കാരനായി വരിക എന്ന് പറയുന്നത് അത് അത്ഭുതം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നേരെ വിപരീതമാണ്. അതെന്തേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്ക് വളരെ ശ്രദ്ധേയമായ വാക്കാണ്. മുമ്പ് എനിക്ക് ആ വലിയ സ്ഥാനം, ആ വലിയ കറാമത്ത്, ആ വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നൽകാനുള്ള കാരണം എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഭാര്യ, അതായത് ആ പണ്ടത്തെ ഭാര്യയെ അവളെ സഹിച്ചതിൻ്റെ പേരിൽ, അവളെ ബുദ്ധിമുട്ട് സഹിച്ചതിൻ്റെ പേരിൽ എനിക്ക് അല്ലാഹു ധാരാളം സ്ഥാനം തന്നതാണ്. അവളെന്ത് പറഞ്ഞു തരും, അവളെന്ത് ചീത്ത പറഞ്ഞു തരും, ഞാനൊന്നും ഉണ്ടില്ല, ഞാൻ സഹിച്ചിങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ റബ്ബ് ധാരാളം കറാമത്തുകൾ, ധാരാളം അനുഗ്രഹങ്ങൾ, ധാരാളം നിയമത്തുകൾ എനിക്ക് നൽകി. പക്ഷേ ആ ഭാര്യ പോയതിനു ശേഷം, അവളെ മരണപ്പെട്ടതിന് ശേഷം എനിക്ക് കിട്ടിയൊരു ഭാര്യയാണെങ്കിലോ നല്ല ഭാര്യയാണ്. മുമ്പത്തെ പോലെ ഞാൻ സബൂർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ പേരിൽ
മുമ്പുണ്ടായിരുന്ന ആ നീമത്തുകളൊക്കെയും നഷ്ടപ്പെട്ടു പോയി എന്ന് വളരെ ഗൗരവത്തോടുകൂടെ ആ സഹോദരൻ ആ കൂട്ടുകാരനെ പറയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ്. അതേ, ഭാര്യമാരുടെ ബുദ്ധിമുട്ടുകൾ സഹിച്ചതിൻ്റെ പേരിൽ ഈ ഭർത്താവിനെ കിട്ടിയ അനുഗ്രഹങ്ങൾ. അപ്പോൾ മൊത്തത്ത് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഭാര്യമാരിന്ന് ചില ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. അതൊക്കെയും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നും ധാരാളം നന്മകൾ, ധാരാളം നിയമത്തുകൾ, അനുഗ്രഹങ്ങൾ കിട്ടാൻ അത് കാരണമാകും എന്ന് വലിയൊരു സംഭവമാണ് ഈ ചരിത്രത്തിലൂടെ മഹാന്മാരെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം റാഹത്താക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.